അമ്മയുടെ വാർത്താ സമ്മേളനം കണ്ടു, അവിടെ ഇവിടെയും തൊടാനുള്ള വാർത്ത, അതിനുശേഷം ജഗദീഷ് അത് പോട്ടെ. ഏറ്റവും ഒടുവിൽ വരുന്നത്, അതിന്റെ തുടർച്ചയിൽ വരുന്നത്, ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു ബംഗാളി നടി ഉന്നയിക്കുന്ന അതിഗുരുതരമായ ആരോപണമാണ്. ബംഗാളി നടി പറയുന്നതാണ്, നമ്മളത് ഓൺ ചെയ്യുന്നില്ല, അവർ കേസുമായി പോകട്ടെ, നിയമ നടപടി ഉണ്ടെങ്കിൽ രഞ്ജിത്ത് എന്ന സംവിധാനം അത് നേരിടട്ടെ. സിനിമയിലുണ്ടായ, കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അതിശക്തമായ, കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി എന്ന് തോന്നുന്ന രീതിയിൽ ശ്രീലേഖ മിത്ര എന്ന നടിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന കീ പോസ്റ്റിൽ നിന്നും ആ സംവിധായകൻ മാറി നിൽക്കേണ്ടതുണ്ടോ? എസ് കെ സജീഷ്. രഞ്ജിത്ത്, ആഷ്മി, ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിലപാട് പറയേണ്ട ആളുകളല്ലല്ലോ. അങ്ങനെ നിലപാട് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ നമ്മളൊരു ചാനൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ചാനലിൽ നടക്കുന്ന നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണോ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളുടെ നിലപാടുകൾ നിശ്ചയിക്കുന്നത്? അതെങ്കിലും മിനിമം പാലിക്കണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിനോ ആ കാര്യത്തിനോ വലിയ പ്രസക്തിയില്ല. സംസാരിക്കാനാണെങ്കിൽ ആ വിഷയം നമുക്ക് സംസാരിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇറങ്ങി ഓടേണ്ടി വന്നു എന്നടക്കം പറഞ്ഞതാണ്. ശരിയാണ്, ഇപ്പോൾ വന്ന വാർത്തയാണ്. വെളിപ്പെടുത്തൽ ഇപ്പോഴാണ്. എസ് കെ സജീഷ്, നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, അങ്ങൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ മുന്നണിയിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ നിലപാട് തേടണ്ടേ? എസ് കെ സജീഷ്, മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള സർക്കാർ തീരുമാനം, അത് പറഞ്ഞാൽ പോരെ? ആഷ്മി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുന്നു. ആ ചർച്ച തുടക്കം മുതലേ ഏതെല്ലാം രീതിയിൽ അജണ്ടകളിലൂടെ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അത് തുടരെ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഏതെല്ലാമോ ചില സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം പറയുന്നതും മറ്റും ഞാൻ കേട്ടു. കുറേ നേരമായി നിങ്ങളുടെ ഇയർഫോണിലൂടെയാണല്ലോ ഞാൻ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ നടത്തിയ സംഭാഷണങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നത്. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ അതിന് മറുപടിയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു മറുപടി പറയാൻ വേണ്ടി പറ്റും. ആരായാലും ശരി, തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് അത് സ്വീകരിക്കുകയുമില്ല. നമ്മൾക്ക് ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ തന്നെ സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്ന വിഷയം ഉയർന്നു വന്നപ്പോൾ ഇത്ര ശക്തമായ നിലപാട്, ഒരു പ്രമുഖ നടനെ ജയിലിലടയ്ക്കുന്നതുൾപ്പെടെ, പുറം ലോകം കാണാതെ ജയിലഴിക്കുള്ളിലാക്കി അടയ്ക്കുന്നതുൾപ്പെടെയുള്ള നിലപാട് മറ്റെവിടെയാണ് സ്വീകരിച്ചത്? ഏത് ഗവൺമെന്റ് കാലത്താണ് സ്വീകരിച്ചത്? അത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ പുറത്തല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ഉയർന്നു വരുന്നത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ സിനിമാ രംഗത്തുള്ള സ്ത്രീകളുടെ സംഘടന, അവർ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്? ഈ പല വിഷയങ്ങളുമുണ്ട്, ആ വിഷയങ്ങൾ പരിശോധിക്കണം എന്ന അഭിപ്രായം ഉന്നയിക്കുന്നത്. ആ അഭിപ്രായം കേട്ടുപോവുകയല്ലല്ലോ ചെയ്തത്. ഉടനെ തന്നെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 3 പ്രധാനപ്പെട്ട വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവരുടെ കേവലമായ ആവശ്യം ഞങ്ങൾക്ക് ചില ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായി എന്നത് മാത്രമല്ലായിരുന്നല്ലോ. ഈ മേഖലക്കകത്ത് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് തരത്തിലുള്ള അസൗകര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ തുല്യതയോടുകൂടി ഈ പറഞ്ഞ മേഖലക്കകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നതുൾപ്പെടെയായിരുന്നല്ലോ അവരുടെ ആവശ്യം. ആ ആവശ്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിനകത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എല്ലാം സജീഷ് റിപ്പോർട്ട് വായിച്ച ആളാണല്ലേ? അതിൽ ഹേമ എടുത്തു പറയുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പാലക്കാട്ടിലേക്ക് ഓടിപ്പോകേണ്ട ഗതികെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള ആ ഇൻഡസ്ട്രിയിൽ അത്രത്തോളം ഗതികേട് നിലനിൽക്കുമ്പോഴും മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് എടുത്തെഴുതി വെച്ചിരിക്കുന്നത് താങ്കൾ കാണുന്നുണ്ടല്ലോ എസ് കെ സജീഷ്. തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെന്താണ് സംശയം? അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല. നമുക്ക് നേരത്തെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത സാഹചര്യം ഓർമ്മയുണ്ട്. സോളാർ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെയെന്നുള്ളതിന് കൃത്യമായ ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ, ആ ശുപാർശയിലെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനകത്ത്
സ്വീകരിക്കേണ്ട ഈ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് അതിൽ വന്നിട്ടുള്ള ശുപാർശകളെല്ലാം തന്നെ നല്ല നിലയിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ. നമുക്കതിലേക്ക് ഒരു പല രീതിയിലുള്ള സഹായങ്ങളും എല്ലാം നൽകിയിട്ടില്ലേ? ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പാടില്ല. അല്ല ശരി, പക്ഷേ ആ കാര്യങ്ങൾ മാത്രം കാണാൻ പാടില്ല എന്നതിനൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ 233 പേജുള്ള റിപ്പോർട്ടിൽ ജസ്റ്റിസ് ശ്യാമ 2 വർഷമെടുത്ത് 50-ലധികം സ്ത്രീകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എത്താം സജി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവിടെ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറി, ഇന്റേണൽ കമ്മിറ്റി ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ തമാശയായി മാറി, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ തമാശയായി മാറിയ കാര്യം പറയുന്നുണ്ടെന്നേ ജസ്റ്റിസ് ശ്യാമ. ICC എന്ന് പറയുന്ന ആ കമ്മിറ്റിയിൽ പോയി പറയുന്ന കാര്യങ്ങൾ, ആരാണോ വെട്ടക്കാരൻ്റെ ചെവിയിലേക്ക് എത്തുന്ന കാര്യമൊക്കെ ജസ്റ്റിസ് ശ്യാമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ